ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഇഫ്താർ റെസിപ്പീസിൻ്റെ വീഡിയോ ആയാലും. ആദ്യം തന്നെ നമ്മളിവിടെ കസ്റ്റർഡ് മിക്സ് ആട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഭയങ്കര തിക്കായിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ഒരു മീഡിയം കൺസിസ്റ്റൻസി, അതായത് നമുക്ക് വെള്ളം പോലെ കുടിക്കാനും എന്നാൽ കുറച്ചൊരു കട്ടിയിലും അങ്ങനെ ഉണ്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പാലൊഴിച്ച് അതിലോട്ട് കസ്റ്റർഡ് പൗഡറും പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇതൊരു ബൗളിലോട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട്, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടോ കേട്ടോ. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ കൂടി വെക്കാം. അതിന് ശേഷം ഞാൻ അതിലോട്ട് കട്ട് ചെയ്ത ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പഴം, അതുപോലെ തന്നെ ആപ്പിൾ, കിസ്മിസ്, കാഷ്യൂ, വാട്ടർമെലൺ, പിന്നെ പപ്പായ, മാംഗോ, ഇത്രയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അത് നന്നായി മിക്സാക്കി വെച്ച ശേഷം നമുക്കതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അങ്ങനെ ഞാനിതൊക്കെ നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ലൈം അടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് കാഷ്യൂസും, പിന്നെ അതുപോലെ തന്നെ ഏലക്ക, പഞ്ചസാര, കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ആക്കി അതവിടെ തയ്യാറാക്കി വെക്കുന്നുണ്ട്. ശേഷം ഇന്ന് നമ്മൾ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തിരി ആട്ടോ. അപ്പോൾ ഞാൻ അതിലോട്ടുള്ള ദോശയൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വീഡിയോസ് കണ്ട റെഫറൽ തന്നെയാണ് ഞാൻ ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ എൻ്റെതായ ചെറിയ കയ്യൊപ്പ് കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് എല്ലാവരും ഒന്ന് ആ വീഡിയോ കണ്ട് നോക്കുക, അതിൽ ഡീറ്റെയിൽഡ് റെസിപ്പീസ് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ചട്ടിപ്പത്തിരിക്കുള്ള കൂട്ടൊക്കെ തയ്യാറാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൂട്ട് തയ്യാറാക്കാൻ ഞാൻ ആദ്യം ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വാട്ടി അതിലോട്ട് ആവശ്യത്തിന് മസാലാസ് കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് അത് മാറ്റി വെക്കുന്നുണ്ട്. എല്ലാവർക്കും നോമ്പൊക്കെ എങ്ങനെയാണ് പോകുന്ന, ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നല്ല ചൂട് സമയമല്ലേ, എന്നാലും ഇടയ്ക്കൊക്കെ ഒരു മഴ അൽഹംദുലില്ലാ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അതിനുശേഷം ഞാനിവിടെ ചട്ടിപ്പത്തിരി തയ്യാറാക്കാൻ പോകും കേട്ടോ. ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ തൂവി, പിന്നെ ഓരോ ദോശയും മുട്ടയിൽ മുക്കിയിട്ട് വെച്ച് അതിൻ്റെ മുകളിൽ മസാലാസ് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് നമുക്കൊരു മസാലാസൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ ആ ഒരു എഗ് മിക്സ് പാർന്നെന്ന് നമ്മളവിടെ പറയുന്ന കേട്ടോ. എഗ് മിക്സ് ഒഴിച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെക്കാം. ശേഷം നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ റെസിപ്പീസ് എല്ലാം ഇന്നിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.